പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കോട്ടെ, അതെനിക്ക് കുഴപ്പമില്ല. ഞാനിവിടെ ഉള്ളത് എൻ്റെ ലക്ഷ്യം ജനങ്ങളുടെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഒരു വഴുതിൽ പോലും ഒരാളും, അതായത് വൈറസ് ബാധിച്ച പേഷ്യന്റിൽ നിന്ന് വൈറസ് മറ്റൊരാളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ആള് നമ്മളിൽ നിന്ന് വിട്ടുപോകരുത്, നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെ പഴുതടച്ചുള്ള പ്രവർത്തനം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നടത്തേണ്ട സമയമാണ്. ഇനി അതല്ല ആയിക്കോട്ടെ, തടയണമെങ്കിലും ഞാൻ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിപ്പ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മലപ്പുറത്തും പാലക്കാടും ഒക്കെ ഉള്ളത്. ഞാൻ ഇവിടെ എത്തിയതിന്റെ ഉദ്ദേശം തന്നെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു, മറ്റൊരു പാലക്കാട് എന്നുള്ള കേസ് മലപ്പുറത്ത് വന്ന് ട്രീറ്റ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. 461 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഒരു രോഗവ്യാപനം ഉണ്ടായി ആളുകൾ ഇവിടെ മരണമടയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 2023 33% നമ്മുടെ മരണനിരക്ക്, 90% ആഗോളതലത്തിൽ ഗ്ലോബലി. ഇത് ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും അതിനെ പ്രതിരോധിക്കേണ്ട സമയമാണ്. ഒറ്റക്കെട്ടായിട്ട്, ഇതൊരു പകർച്ചവ്യാധിയാണ്. ഒറ്റക്കെട്ടായിട്ട് വലിയ മോർട്ടാലിറ്റിയുള്ള, വലിയ മരണനിരക്കുള്ള ഈ പകർച്ചവ്യാധിയെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി നാം പ്രതിരോധിക്കേണ്ട ഒരു സമയമാണ്. അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി അതല്ല, ഇങ്ങനെയാണെങ്കിൽ